എന്തുകൊണ്ടാണ് ഹോമിയോപ്പതി ചികിത്സയ്ക്ക് ഏതു പുതിയതും പഴയതുമായ രോഗങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും പ്രതിരോധത്തിനും ചികിത്സയ്ക്കും സാധ്യമാകുന്നത് എന്നൊരു ചോദ്യം ഇന്ന് സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട്. ഏത് പുതിയ രോഗം വന്നാലും ഉടനെ ഹോമിയോ ഡോക്ടർമാരും അവരുടെ സംഘടനകളും ഞങ്ങൾക്കിത് പ്രതിരോധിക്കാൻ സാധിക്കും, ഞങ്ങൾക്കിത് ചികിത്സിക്കാൻ സാധിക്കും, ഞങ്ങൾക്കും അവസരം നൽകണമെന്ന് പറഞ്ഞ് വെളിവരുമ്പോൾ പല മറ്റ് ചികിത്സാ ശാസ്ത്രങ്ങളും ഡോക്ടർമാരും സംഘടനകളും ഇതെന്ത് പ്രതിഭാസമാണ്, ഹോമിയോ ഡോക്ടർമാർക്ക് ഇതെങ്ങനെയാണ് ഒരു പ്രൂഫുമില്ലാതെ ഏതൊരു പുതിയ രോഗത്തെയും ചികിത്സിക്കാൻ സാധിക്കുന്നത് എന്നൊരു ചോദ്യം ഇന്ന് സമൂഹത്തിൽ അലയടിക്കുന്നു. ഇത് എന്തുകൊണ്ട് സാധ്യമാണ് എന്ന് ചോദിച്ചാൽ, ഹോമിയോപ്പതി ഓരോ രോഗത്തെയുമല്ല, ഒരു രോഗിയാണ് ചികിത്സിക്കുന്നത്. ഓരോ അവസ്ഥയിലും രോഗം വരുന്നത് നമ്മുടെ ജീവശക്തിയുടെ ഫ്രീക്വൻസി, വേവ് ലെങ്ത് ആൻഡ് ആംപ്ലിറ്റ്യൂഡിലുള്ള വ്യതിയാനമാണ്. ആ വ്യതിയാനം നമ്മുടെ മാനിഫെസ്റ്റേഷൻ ഓഫ് ദ ഡിസീസിൽ ഓരോ രോഗിയിലും ഓരോ രോഗാവസ്ഥയിലും വ്യത്യസ്തമായിട്ട് വരുന്നു. ആ വ്യത്യസ്തതകൾ പഠനം ചെയ്ത് ആ രോഗിയുടെ ഇമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ജീവശക്തിയുടെ ഫ്രീക്വൻസി, വേവ് ലെങ്ത് ആൻഡ് ആംപ്ലിറ്റ്യൂഡ് ഹോമിയോ മെഡിസിൻ ഉപയോഗിച്ച് ഒപ്റ്റിമൈസ് ചെയ്യുകയാണ് ഹോമിയോ ചികിത്സയിൽ ചെയ്യുന്നത്. ആ ഒപ്റ്റിമൈസേഷന് കാരണമാകുന്നത് ഹോമിയോപ്പതി മെഡിസിൻ പ്രിപ്പയർ ചെയ്യുന്ന പൊട്ടൻറ്റൈസേഷൻ അല്ലെങ്കിൽ ഡ്രഗ് ഡൈനമൈസേഷൻ എന്ന പ്രോസസ്സ് വഴി അതാത് മരുന്നുകളിൽ അടങ്ങിയിരിക്കുന്ന അതിൻ്റെ എനർജി സോഴ്സസിനെ പൊട്ടൻറ്റൈസേഷനിലൂടെ ലിബറേറ്റ് ചെയ്യിപ്പിച്ച് ആ എനർജി ഈ വൈറ്റൽ ഫോഴ്സിൻ്റെ ആ രോഗാവസ്ഥയിലുള്ള രോഗിയുടെ വൈറ്റൽ ഫോഴ്സിൽ വന്നിരിക്കുന്ന ഹെൽത്തി സ്റ്റേറ്റിൽ നിന്നും അൺഹെൽത്തി സ്റ്റേറ്റിലോട്ട് വന്നിരിക്കുന്ന വ്യതിയാനത്തെ തിയറി ഓഫ് റെസൊണൻസ് ഉപയോഗിച്ച് ലോ ഓഫ് സിമിലിയേഴ്സ് വഴി സെലക്ട് ചെയ്യുന്ന മെഡിസിൻ ഉപയോഗിച്ച് റെക്ടിഫൈ ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ അങ്ങനെ ഒരു യൂണിവേഴ്സൽ ലോ, നാച്ചുറലായിട്ടുള്ള ഒരു പ്രകൃതിയുടെ പ്രതിഭാസം എന്ന ആ ഒരു നിയമത്തെ നമ്മൾ പ്രൂവ് ചെയ്ത് ഐഡൻറ്റിഫൈ ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ഹോമിയോപ്പതിയുടെ ഏറ്റവും വലിയ കഴിവ്, മികവ് എന്ന് ലോകം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് ഏത് രോഗം പുതിയതോ പഴയതോ ആയിക്കോട്ടെ, ആ രോഗിയിൽ ആ കാലഘട്ടത്തിൽ മജോറിറ്റി രോഗികളിൽ എങ്ങനെ അത് മാനിഫെസ്റ്റ് ചെയ്യപ്പെട്ടു എന്ന് തിരിച്ചറിഞ്ഞ് അതിനാനുപാതികമായിട്ടുള്ള സൈൻസ് ആൻഡ് സിംറ്റംസ് പ്രൂവിങ്ങിൻ്റെ സമയത്ത് കാണിച്ചിട്ടുള്ള മരുന്നുകളെ നമ്മൾ തിരിച്ചറിഞ്ഞ് ആ മരുന്ന് കൊടുക്കുന്നതിലൂടെ ആ ലോ ഓഫ് സിമിലേഴ്സ് എന്ന ലൈക്ക് സ്ക്യൂവേഴ്സ് ലൈക്ക് എന്ന ആ ഹോമിയോപ്പതിയുടെ അടിസ്ഥാന തത്വം വെച്ച് ആ മരുന്ന് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ആ രോഗത്തെയും ആ കാലഘട്ടത്തിൽ വരാൻ സാധ്യതയുള്ള ഇമ്മ്യൂൺ ഡെഫിഷ്യൻസി വരുത്തി വരാൻ സാധ്യതയുള്ള ഏത് രോഗങ്ങളെയും ആ രോഗികളുടെ ഇമ്മ്യൂണിറ്റി ഒപ്റ്റിമൈസേഷനിലൂടെ നമുക്ക് സ്ട്രെങ്തൻ ചെയ്ത് നമുക്ക് ആ രോഗിയെ രോഗങ്ങളിൽ നിന്നും പ്രതിരോധിക്കാൻ സാധിക്കുമെന്നുള്ള വസ്തുത ലോകം തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. അതാണ് ഹോമിയോപ്പതിയുടെ മികവ് എന്ന് ലോകം തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. അല്ലാണ്ട് ആ ഒരു രോഗത്തെ മാത്രം ലക്ഷ്യമാക്കിയുള്ള പ്രതിരോധത്തിനാണ് ഓരോ രോഗത്തിനും പ്രൂവ് ചെയ്യേണ്ടിയിരിക്കുന്നത്. ഹോമിയോപ്പതിയിൽ അങ്ങനെയല്ല. ലോകം തിരിച്ചറിയുക, ശാസ്ത്രലോകം തിരിച്ചറിയുക, നമ്മളെ നിയമനിർമ്മാണം നടത്തുന്ന ഭരണാധികാരികൾ ഈ കാര്യം തിരിച്ചറിഞ്ഞ് ഹോമിയോപ്പതിയുടെ സാധ്യതകളെ നമ്മുടെ ചുറ്റുപാടും വരുന്ന എൻഡമിക്കും എപ്പിഡമിക്കും പാൻഡമിക്കുമായിട്ടുള്ള എല്ലാ രോഗങ്ങളെയും ചികിത്സിക്കുന്നതിനും പ്രതിരോധിക്കുന്നതിനും ഹോമിയോപ്പതി എന്ന മോസ്റ്റ് മോഡേൺ ആയിട്ടുള്ള ചികിത്സാ ശാസ്ത്രത്തെ ഉപയോഗപ്പെടുത്താൻ മുന്നോട്ട് വരണം. അതിനനുസരിതമായിട്ടുള്ള സാധ്യതകളും നിയമനിർമ്മാണങ്ങളും നടത്തി ഹോമിയോപ്പതിയെ ജനത്തിന് ഉപകാരപ്രദമാക്കാൻ എല്ലാവരും ഈ സാധ്യത തിരിച്ചറിഞ്ഞ് അതിൻ്റെ പിന്നിലെ ശാസ്ത്രം തിരിച്ചറിഞ്ഞ് മുന്നോട്ട് വന്ന് പൊതുജനത്തെ സഹായിക്കണമെന്ന് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.